ഐൻസ്റ്റീന്റെ തലച്ചോർ മോഷണം പോയ കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഈ ഒരു കാര്യം ഐൻസ്റ്റീന് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. ഐൻസ്റ്റീന്റെ മരണത്തിന് ശേഷം സയന്റിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ തലച്ചോർ വെച്ച് പരീക്ഷണം ചെയ്യുമെന്ന്. എന്നാൽ ഇത് ഐൻസ്റ്റീന് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നില്ല. പക്ഷെ 1955 ഏപ്രിൽ 18 ഐൻസ്റ്റീൻ മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ തലച്ചോർ ഡോക്ടർ തോമസ് ആരും കാണാതെ അദ്ദേഹത്തിന്റെ തലച്ചോർ അടിച്ചു മാറ്റുകയായിരുന്നു. അന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു ഐൻസ്റ്റീന്റെ കണ്ണുകളും ഇദ്ദേഹം എടുത്തു മാറ്റിയിരുന്നുവെന്ന്. പിന്നീട് ഇദ്ദേഹത്തിന്റെ തലച്ചോർ 240 പീസുകളാക്കി പല പല ജാറുകളിൽ വെച്ച് വർഷങ്ങളോളം ഇത് ഒളിപ്പിച്ചു വെച്ചു. എന്തിനെന്നാൽ പല പല നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഐൻസ്റ്റീൻ എങ്ങനെയാണ് ഇത്രയും ഇന്റലിജന്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മോഷണം പോയ 23 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1978 ജേർണലിസ്റ്റ് സ്റ്റെവൻ ലൂക്കിന് മനസ്സിലായി ഐൻസ്റ്റീൻ തലച്ചോർ മോഷണം പോയതാണെന്നും അത് ഡോക്ടർ തോംസൺ അടിച്ചു മാറ്റിയതാണെന്നും അങ്ങനെ ഇദ്ദേഹം വിജിറ്റ സിറ്റിയിലാണെന്നും കണ്ടുപിടിച്ചു. ഇപ്പോൾ ഐൻസ്റ്റീന്റെ തലച്ചോർ പ്രിൻസ്റ്റൺ മെഡിക്കൽ സെന്ററിലാണ്. പക്ഷെ ആർക്കും ഇത് കാണാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ 46 പീസുകൾ മട്ടർ മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നതാണ്. മാത്രമല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനയം ഞാൻ അഭ്യർത്ഥിക്കാം.